ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് കെ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരാട്ടുമേട് കയറി കിടക്കണതിൻ്റെ വീഡിയോസായിരുന്നു കേട്ടോ. എന്തായാലും ഇന്നിപ്പോൾ അതിനൊരു അന്തിമമായി. തിരിച്ച് കയറുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കുറേ പേര് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല ടാസ്ക് ആയിരുന്നു. തിരിച്ച് കയറി വരലാണ് ഏറ്റവും വലിയ പാട്. അതിനേക്കാളുപരി നമുക്ക് സംഭവിച്ചത് മേളിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ ലീഫ്, അതായത് പ്ലേറ്റ് സെറ്റ് ഒടിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് കൂടാണ്ട് വേറൊരു കേസ് എന്ന് വെച്ചാൽ പുതിയതായിട്ട് മണ്ണെടുത്തിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ വഴി ശരിയാക്കാൻ വേണ്ടി ഇട്ടതാണോ എന്താ സംഭവം എന്ന് നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ടും ഒരുപാട് മെന പണിയാനും പറ്റത്തില്ല. അപ്പോൾ എന്നായാലും വേണ്ടില്ല, ഒറ്റ സ്ട്രെച്ചിൽ കയറുമോ നോക്കുക. കയറിയില്ലെന്നുണ്ടെങ്കിൽ ബാക്കി വിഞ്ച് ചെയ്യുക. വിഞ്ചിട്ട് വലിച്ച് കയറുക. അതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാണ്ട് നമ്മൾ ഓവറായിട്ട് സ്ട്രഗിൾ ചെയ്ത് മൊത്തം അടിച്ചു പറിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ കയറ്റാൻ പറ്റുമായിരിക്കണം. പക്ഷെ എന്നാലും നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ, അതായത് ഒരു സൈഡിൽ ലീഫ് മൊത്തം പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു നോക്ക്. അതിനിടയ്ക്ക് ദുഃഖകരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. വേറൊന്നും അല്ലാതെ എന്നാന്നുള്ള ഞാൻ വഴിയേ പറഞ്ഞു തരാം. ഇവിടെ തന്നെ നമ്മൾ ഇറങ്ങാൻ തന്നെ കാര്യം ഇവിടുത്തെ ഒരു നാട്ടുകാരനാണെന്ന് വിചാരിക്കുന്ന ഒരു ചേട്ടൻ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഞാൻ ബാക്കി പറയാനായാലും നിങ്ങൾ കേറ്റാൻ പറ്റിയ കയറ്റം നിങ്ങളെ ഭാഗ്യം. ഞാൻ പറഞ്ഞു വണ്ടി വാശണം. അതിന്റെ ആ താഴ്ത്ത ആ ഉക്കൊന്ന് കാണിച്ചു കൊടുത്തത് ചേട്ടാ. എടാ അത് ലോക്ക് താത്തിയറാ. ആ വണ്ടിയിൽ കയറി വണ്ടിയിൽ ആ ഇരുന്നോട്ടോ. വലിച്ചോക്കാ. പോട്ടെ വണ്ടി കാലൂട് പോട്ടെ പോന്നോട്ടെ. വരണ്ട നമ്മൾ ഉദ്ദേശിച്ചതിനൊക്കെ കൂടുതൽ ചെളി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വണ്ടിയുടെ 4 ടയറും പറഞ്ഞു നിൽക്കുന്നു, ബോഡി അടിയിൽ ഇടിച്ചിരിക്കുന്നു, പിന്നെയും താന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വഴി കുളവാക്കണ്ടല്ലോ എന്ന് ഓർത്തുട്ട് എന്തായാലും അതെന്തായാലും നന്നായി എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോയി കേട്ടോ. കുഴപ്പമില്ല, കയറിക്കോളും. വലിക്ക ഫോർച്യൂണർ ഇറക്കല്ലേ. അത് മതി വലിച്ചേക്കാ. വണ്ടി ശരിക്കും ഇരുന്നു കേട്ടോ. പിന്നെ ഫോർച്യൂണറിനെ വലിച്ച് താഴത്തേക്ക് ഇറക്കുമായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഫോർച്യൂണറിന് ഊട് വെച്ചതാട്ടോ കണ്ടേ. മാറിന്നു ഇഞ്ച് പൊട്ടിയാലേ. വരണ്ട ഇഞ്ചുള്ളതിന്റെ ഗുണം അത്. പുള്ളി പറഞ്ഞില്ലേ പൈസ കൊടുക്കേണ്ടി വരുന്നു. പുള്ളി താളടിക്കാൻ വേണ്ടി നിൽക്കണം. ഒന്നുമില്ല വേണ്ടേ. അതാ നിൽക്കണ ഇതിൽ വന്നാലോ അത് അങ്ങോട്ട് പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അത് ഹൗസിങ്ങിൽ മൊത്തം ചെളി കട്ടായിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഓടി 2 വെള്ളം തെറിക്കുമ്പോഴത്തേക്കും ഇഞ്ചിൻ്റെ അവിടെ നോക്കി കേട്ടോ. നേരെ ആയിക്കേ. ആ അങ്ങനെ വലിച്ചോ. ആ അങ്ങനെ ആയിക്കട്ടെ. ഇച്ചിരി വിഞ്ച് ലൂസ് ചെയ്തേ. ആ ചവിട്ട് നിർത്തിക്കേ, ബ്രേക്ക് ചവിട്ട് നിർത്തിയിട്ട് ഇച്ചിരി ലൂസ് ചെയ്തേ. ആ ഊരി വിട്ടേ. വിഞ്ച് അഴിച്ച് കഴിയണം കേട്ടോ. അയ്യോ വണ്ടി കയറ്റിട്ടോ. മൊത്തം ചെളിയാട്ടോ. ഹൗസിങ്ങിലൊക്കെ കട്ട ചെടി പഠിച്ചു ഒരുക്കൊണ്ടോട്ടോ.
മാറ്റിട്ടോ ഇറക്കിയിരുന്നീ നല്ല രസമായിരുന്നു. അപ്പൊ ഞാൻ ബൊലേറോ എടുത്തോണ്ടിരുന്നു താഴേന്ന്. കയ്യാലെ പണിയണം, അത് കുഴപ്പമില്ല. രണ്ട് വായ്മാരെ വിടും. ഇവിടെ ആ സൈഡിൽ നിൽക്കുന്നവർ നോക്കണേ. കഴിഞ്ഞു. സെക്കൻഡ് വാ, കാല് കൊടുത്തു വാ. ഇല്ല അവിടെ നിർത്തിക്കോ. കേട്ടിയെടുക്കാം. ഫോർച്യൂണർ പോയി എടുത്തോ വണ്ടി. ഇത് പിടിച്ചേ, വഴി പറഞ്ഞു കൊടുക്കട്ടെ. വണ്ടി ആർക്ക് വഴി പറഞ്ഞെടുത്തിട്ട് ഈ പിള്ളേർക്ക അതിന്റെ അടിയിലൊന്നും ചെളിയായില്ലടാവേ. ആ വഴി എറിഞ്ഞിട്ടോ, എന്തായാലും അത് കഴിച്ചാട്ടോ. ചെളിയാവും എന്നാലും അത് ഇത്രയും കയറി, ഇനി ചെളിയാവാൻ ചാൻസ് ഇല്ല. ഓ പോട്ടെ. റിക്കവറി വാൻ വന്നൂട്ടോ. അങ്ങനെ ഈ വണ്ടി കയറ്റാൻ സുജിംബ്രോയുടെ ഇതിൻ്റെ വണ്ടിയിൽ ഇട്ടു. ഇനി നമ്മുടെ കൂടെ ഒന്ന് എടുത്തിട്ട് നോക്കണം. മിക്കവാറും രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ഈസി ആയിരിക്കും തോന്നുന്നു കേട്ടോ. എൻ്റെ ഞാൻ എടുത്തിടാൻ പോവാം. വരൂലേ? ഊരിയിട്ടേക്കുമല്ലേ? ഇത് എന്തിനാന്ന് പറഞ്ഞേ? ഓ, ഗ്ലാസ് പൊട്ടണ്ടിക്കാനുള്ള സാധനം. ഇത് ഇതിനു മുമ്പ് ഉപയോഗിച്ച് കണ്ടിട്ടില്ലല്ലോ. ലെഫ്റ്റോ റൈറ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ലടാ. പോയി ലെഫ്റ്റ് ഇട്ടാ മതി. ലെഫ്റ്റ് പോയിടാ. ഈ സൈഡ്. നീ നിൽക്കുന്ന സൈഡ് തന്നെ. അവിടെ അല്ലടാ, ഇപ്പറേ. രണ്ട് വണ്ടിക്കാട്ടോ തോപിക്കാൻ വലിച്ചു തരാൻ നിൽക്കണം. ഊട് വെച്ചാ ഊട് ചേട്ടാ. ആ കല്ലും കൂടെ എടുത്ത് ബാക്കി വീല് വെച്ചാ. ഫ്രണ്ട് വീല് വെക്കണ നല്ല ബാക്കി വീല് വെക്കണ. നിക്കട്ടെ ആ ബാക്കി വീലിൽ ഒരെണ്ണം വെച്ചാലേ. ഒന്നുമില്ല, ഹാൻഡ് ബ്രേക്ക് ഇട്ടായിരിക്കും. ഇവിടെ വെച്ചോ അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഫ്രണ്ട് വീലിൽ വെച്ചു. ഓ സോറി. ആ കാല് കൊടുക്കാൻ പറ. വൈകിട്ടാട്ടോ എടുക്കണേ. നമ്മളിവിടുന്ന് ഇറങ്ങാതെ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇവിടെ നിന്നതാ. കാരണം പുതിയതായിട്ട് വഴി വെട്ടിയതാണെങ്കിൽ പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ നമ്മൾ പഞ്ഞിക്കിടുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതുമല്ല, അത് മര്യാദയല്ല. അപ്പോൾ ഇവിടെ ഇരുന്നൊരു ചേട്ടൻ പറഞ്ഞു ധൈര്യമായിട്ട് ഇറങ്ങിക്കും, ഇവിടെ വന്നിട്ട് വണ്ടിയും കൊണ്ടല്ലാണ്ട് അങ്ങനെ പോകാൻ പറ്റൂലല്ലോ, പോയാലല്ലേ അടിപൊളി, തിരിച്ച് നമുക്ക് കയറിയില്ല, നമുക്ക് വലിച്ച് കയറ്റാതായതാണെന്നൊക്കെ ഒരു ഭയങ്കര സപ്പോർട്ട് ചെയ്തു കേട്ടോ. ഞങ്ങൾ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പുറകെ വന്ന ആൾക്കാരൊക്കെ നമ്മളെ വഴക്ക് പറയാൻ തുടങ്ങി. കാരണം ഈ ചേട്ടൻ തന്നെ എല്ലാറ്റും പറഞ്ഞു കുറേ അമ്മമാർ വണ്ടിയായിട്ട് ഇറങ്ങിപ്പോയി വഴിയിൽ നിന്ന് നശിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. തിരിച്ച് കയറി വന്നപ്പോഴും പുള്ളി ഒരു കുഴപ്പമില്ല, വലിച്ചു കയറ്റിക്കും, അടിപൊളിയായി, ഇതാന്ന് പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട്. അപ്പം ഒരു വയൽ 2-3 വർത്താനം അത് കൂടെ പിന്നെ നോക്കിയപ്പോഴാണ് പുള്ളി നന്നായിട്ട് വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കൊരു ബുദ്ധിമുട്ട് ഇവിടെ യാത്രയിൽ ഉണ്ടായത് കേട്ടോ. അത് ആരാന്നൊന്നും ഞാൻ പറയാനുള്ള, അത് പറയണത് മോശമല്ലോ. അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചൊറിഞ്ഞ് നിന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല അങ്ങനെ കേൾക്കുമ്പോ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാട്ടോ. അങ്ങനെ കേൾക്കുമ്പോഴേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാ.
അല്ലല്ല നിങ്ങൾക്ക് കയറ്റാൻ വേണ്ടി എനിക്ക് കയറ്റി തരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞാൻ കയറ്റി തുടങ്ങുന്നതാണോ? അവ തിരിച്ചിറങ്ങിക്കോ, ഇറങ്ങിക്കോ. കയറ്റി എടുത്തേക്കാ. ആ അതെ, അത് ഇറക്കട്ടെ. ആ ഇനി ഓടിച്ചോ. നീ അധികം ഉടക്കി നിന്നായിരുന്നു. ആ ഹൗസിങ്ങിലേക്ക് മൊത്തം ചെളി കയറി അടിഞ്ഞിട്ടേ. ആ അത് രണ്ടാമത് അതാ പൊറോട്ട ഇറക്കിയിട്ട് മൂട് നിർത്തിയിട്ട് വലിച്ചത്. ആ എക്സ്പ്രസ് ഒക്കെ ഇവിടം വരെ കയറ്റിയോ? ബാലോ, പതുക്കെ പതുക്കെ ചാടിക്ക്, പതുക്കെ ചാടിക്ക്. ആഗ്രഹം ഉണ്ടല്ലേ? ലെഫ്റ്റ് പിടിച്ചേ, ലെഫ്റ്റ് പിടിച്ചേ. ആ വാ വാ വാ. ഒരു മിനിറ്റ്. പോട്ടെ അങ്ങോട്ട് പിടിച്ചോക്കാം. പ്ലേറ്റ് ഒടിഞ്ഞിരിക്കണോണ്ടേ നിറച്ച് സൗണ്ടാട്ടോ. ടക്ക് ടക്ക് എന്ന് പറഞ്ഞ സൗണ്ടാണ്. ഇടിച്ച് പതുക്കെ ഇറങ്ങി പോകാൻ പറ്റുള്ളൂ കേട്ടോ. ലെഫ്റ്റ് പിടിച്ചോ. ഞങ്ങള് പാങ്ങളായി വികലാംഗന്മാര്. നിരപ്പെത്തുമ്പോ നിർത്തിക്കോട്ടോ. വേറെ വണ്ടി താഴെ നിന്ന് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അത് കിട്ടൂലല്ലോ. നമ്മളങ്ങനെ പതുക്കെ താഴത്തേക്ക് പോട്ടോ. അപ്പോൾ താഴത്തുനിന്ന് വേറെ കുറച്ച് വണ്ടികൾ കയറുന്ന സൗണ്ട് കേൾക്കാനുണ്ട് താഴേന്ന്. അപ്പോൾ ഏതോ ഒരു പുതിയ ടീം മേളിലേക്ക് കയറുന്നുണ്ട്. നമ്മൾ എന്നാലും പതുക്കെ താഴത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച് ഇറങ്ങും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ബൈക്കുകാർ വന്നിരുന്നു. പിന്നെ മേളിലൊരു ചേട്ടൻ, പുള്ളി കുറേ നേരം നമുക്ക് ചൊറിഞ്ഞുകൊണ്ട് നിന്നു. നമ്മളും കുറച്ച് സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായി. അത് ഞാൻ പറഞ്ഞല്ലോ. അത് ഈ നാട്ടുകാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരു JCB കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇറക്കിക്കോ എന്നും പറഞ്ഞിട്ട് പുള്ളി അതിൻ്റെ തിരിച്ചു കയറാൻ നേരത്ത് നമ്മളെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞു. നമ്മളോട് നല്ല വർത്താനം. എന്തായാലും അത് മോശമാണെന്ന് നമ്മൾ പറഞ്ഞു. ഉള്ള കാര്യം തുറന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ എന്നാലും പതുക്കെ ഇനി താഴത്തേക്ക് പോകണം. താഴെ പോയിട്ട് ഇനി എന്താണ് അവസ്ഥ എന്നറിയത്തില്ല. അവിടെ നിന്ന് ഇനി യാസിനിപ്പിയുടെ വണ്ടിയും എടുത്തുകൊണ്ട് വേണം താഴത്തേക്ക് പോകാൻ. അത് പ്ലേറ്റ് ഒടിഞ്ഞ് അവിടെ കിടക്കുമല്ലേ, അതും എടുത്തുകൊണ്ട് പോകണം. അത്യാവശ്യം നല്ല ടാസ്ക് താഴത്തേക്ക് ഇറങ്ങുവാണെങ്കിലും അവിടെ കേട്ടോ. ടയറിലൂടായതാ.
അതാണോ അവിടെ റിവേഴ്സ് എടുത്തത്? അവിടെ റിവേഴ്സ് എടുത്തത് അതാണോ? അറിഞ്ഞതില്ല. റിവേഴ്സ് ഇട്ട് കറങ്ങുമ്പോൾ 4 കാലും കിടന്ന് പറിച്ച് കിടന്ന് കറങ്ങണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ താഴത്തുനിന്ന് മേളിലേക്ക് കയറാൻ കഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. എന്തായാലും അവരൊക്കെ എന്നാലും പുലികൾ തന്നെയാണ്. അപ്പോൾ ഒരു ജിംനിയുണ്ട്, ഒരു താറുണ്ട്, 2 ജീപ്പുണ്ട്. എന്തായാലും അവർ നന്നായിട്ട് കഷ്ടപ്പെട്ട് മേളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ എന്നാലും വേണ്ടില്ല, ഈ വീഡിയോസ് നമുക്ക് അടുത്ത ദിവസം നമുക്ക് കാണാം കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല രസമായിരുന്നു അവർ കയറി വന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെയും ബൈ. എത്ര വണ്ടിയാണ്?